ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC +2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്, തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. സീനിയർ ചേംബർ ഇന്റർനാഷണൽ വടക്കാഞ്ചേരി ലീജിയണിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ഓട്ടുപാറ ഡെലീസ റെസിഡൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് CK ലാലു ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് നാഷണൽ ഡയറക്ടർ ഹംസ M അലി വ്യക്തമാക്കി. ഡെലീസ ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ്. സീനിയർ ചേംബർ അംഗങ്ങൾ ജൂനിയർ ചേംബറിലൂടെ അവരുടെ മികവ് തെളിയിച്ച് ആ പ്രവർത്തനങ്ങൾ സമാഹരിച്ചുകൊണ്ടാണ് സീനിയർ ചേംബറിലേക്ക് വരുന്നത്. ജൂനിയർ ചേംബറിൽ 40 വയസ്സ് വരെയും 40 വയസ്സിന് ശേഷമാണ് സീനിയർ ചേംബറിലെ അംഗങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത്. സീനിയർ ചേംബറിലൂടെ ഈ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സമൂഹത്തിന് തിരിച്ചു നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ന് വടക്കാഞ്ചേരിയിൽ രൂപീകൃതമായിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ടീം ഓഫ് ഓഫീസ് ബേയേഴ്സിനെ നാളെ വൈകിട്ട് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം ആ നേട്ടങ്ങൾ സമൂഹങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രാഥമിക ലക്ഷ്യം റെസ്പോൺസിബിൾ ആൻഡ് ആക്റ്റീവ് സിറ്റിസൺ എന്ന മോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ വിവിധ സംഘടനകൾ അമേരിക്കയിൽ നിന്നും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യയിൽ ചേക്കേറുമ്പോൾ ഇത് ഇന്ത്യയിലെ കേരളത്തിലെ കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപരിച്ച് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഓർഗനൈസേഷനാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ. പുതിയ ഭാരവാഹികളായ റോയി ഫ്രാൻസിസ് പ്രസിഡന്റ്, വിൽസൺ കുന്നപ്പള്ളി വൈസ് പ്രസിഡന്റ്, റോഷൻ ദേവസി സെക്രട്ടറി, സുനിൽ നരോലി ജോയിന്റ് സെക്രട്ടറി, മുഹമ്മദ് ഷെഫീഖ് ട്രഷറർ എന്നിവരുടെ സ്ഥാനാരോഹണവും നടക്കും. അടുത്ത ഒരു വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നിയുക്ത പ്രസിഡന്റ് റോയി ഫ്രാൻസിസ് വിശദീകരിച്ചു. ഓണം അതുപോലെ ക്രിസ്മസ് അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു അവസരങ്ങളിൽ ഒരു ഗംഭീരമായിട്ടൊരു പ്രോഡക്റ്റ് എക്സ്പോ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ബാനർജി ക്ലബിലോ മറ്റോ ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ് എക്സ്പോ. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നത് പ്രായമായവർക്കാണ്. അതായത് 50-60 വയസ്സ് കഴിഞ്ഞവരുടെ പണമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ടല്ലോ. അപ്പോൾ പ്രായമായവർ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. അവരുടെ പെൻഷൻ തുക അതുപോലെ വലിയ ഡെപ്പോസിറ്റുകൾ എല്ലാം അടിച്ചു മാറ്റുന്ന സൈബർ ആക്രമണത്തിന് ഇരയാകുന്ന ഒരുപാട് പ്രായമായവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മളൊരു സൈബർ എന്താ പറയുക വിജ്ഞാന ഭാഗമായിട്ട് സൈബർ അവബോധത്തിന്റെ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. MST അദാലത്ത്, ഓണം ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രോഡക്റ്റ് എക്സ്പോ, സൈബർ ബോധവൽക്കരണ സെമിനാർ, കേടുപാടില്ലാത്ത പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ച് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ ലഭ്യമാക്കുന്ന ത്രിഫ്റ്റ് സ്റ്റോർ പ്ലാറ്റ്ഫോം, വിദ്യാർത്ഥികൾക്കായി പ്രസംഗ ചിത്രരചനാ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുമെന്ന് റോയി ഫ്രാൻസിസ് വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ നിയുക്ത സെക്രട്ടറി റോഷൻ ദേവസി, നിയുക്ത ട്രഷറർ മുഹമ്മദ് ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു. You are watching VCV News.